Good morning. Good morning, Miss. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഹിന്ദിയില് സ്വരാക്ഷരങ്ങളില് ഫസ്റ്റ് ലെറ്റർ അല്ലേ? ഏതാണ്? ആ എന്ന അക്ഷരമാണ് വായിക്കാൻ പഠിച്ചത് അല്ലേ? അതെ. ആസെ അമരൂദ്, ആസെ അനാർ, ആസെ അഖിരോട്ട്. ഇതാണ് പഠിച്ചത്. All of you take your Akshardeep and notebook. First, Akshardeep എടുക്കുക. Take your pencil. Write today date 7/6/2021. അത് അമ്മയോട് എഴുതാൻ പറയാം കേട്ടോ. ഡേറ്റ് അക്ഷരദീപത്തിന്റെ സൈഡിലായിട്ട് ആ എന്ന അക്ഷരം എഴുതിയിട്ടില്ലേ ആ പേജില് അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡ് എവിടെയാണെങ്കിലും ഡേറ്റ് ഇടുക. ഇന്നത്തെ ഡേറ്റ് ഇടുക. അവിടെ എങ്ങനെ എഴുതണ്ടേന്ന് ഒന്നും പറഞ്ഞിട്ടില്ല മിസ്. ലിസൺ. എങ്ങനെയാണ്? നമുക്ക് അവിടെ ഒരു ലൈനൊക്കെ വരച്ചു തന്നിട്ടുണ്ടല്ലേ? ആ അക്ഷരദീപത്തില് ലൈനൊക്കെ ഇട്ടിട്ടാണ് അവിടെ എഴുതാൻ പറയുന്നത്. അതെ. എങ്ങനെയാ നമ്മൾ ആ എഴുതുക? ആ എഴുതാനൊന്നും നമുക്കറിയില്ല അല്ലേ? ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. ആ എഴുതുന്ന എങ്ങനെയാന്ന് മിസ് കാണിച്ചു തരാം. ലിസൺ. ഫസ്റ്റ് ലിസൺ. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ, മിസ്സിനെ നോക്കിയേ. ഇത് കണ്ടോ? ഫസ്റ്റ് 3 പോലെ എഴുതി അല്ലേ? ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് അതിന്റെ നടുക്കൂടെ ഒരു വര ഇടുന്നു. 3 പോലെ എഴുതി നടുക്കൂടെ നേരെ വരച്ചു. മുകളിൽ നിന്ന് താഴോട്ട് ഒരു വര. എന്നിട്ട് മുകളിൽ ലാസ്റ്റ് മാത്രമേ മുകളിൽ വരയ്ക്കാവൂ. എങ്ങനെയാ എഴുതുന്നത്? ഫസ്റ്റ് 3 പോലെ എഴുതുന്നു, നടുക്കൂടെ വരയ്ക്കുന്നു, ഇതിലൂടെ മുകളിലോട്ട് താഴോട്ട് നേരെ. കണ്ടോ? ഇങ്ങനെയാണ് ആ എഴുതുക. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അക്ഷരദീപത്തിലാണ് എഴുതി തുടങ്ങുന്നത് കേട്ടോ. അക്ഷരദീപത്തിലാണ് നമ്മൾ എഴുതി തുടങ്ങുക. ഇങ്ങനെ എഴുതണ്ടേ? മനസ്സിലായോ? ഇവിടെ കാണിച്ചു തരാം. ലിസൺ. ആ എന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് തുടങ്ങേണ്ടത് ഇവിടുന്നൊന്നും അല്ല തുടങ്ങേണ്ടത്. ആദ്യം 3 പോലെ എഴുതുന്നു, എന്നിട്ട് അതിന്റെ നടുക്കൂടെ നേരെ വരയ്ക്കുന്നു. അതിനുശേഷം നടുക്കൂടെ വരച്ചതിന് ശേഷം മുകളിലോട്ട് താഴോട്ട് ലാസ്റ്റ് മുകളിൽ. ഇതാണ് ആ. കണ്ടോ? ഹിന്ദിയിൽ ഇവിടെ ശ്രദ്ധിച്ചേ. കണ്ടോ എല്ലാവരും എങ്ങനെയാ എഴുതുന്നത്? എവിടെ സ്റ്റാർട്ട് ചെയ്യണം? അതാണ് മിസ് ആദ്യം പറഞ്ഞ കൈവിരൽ കൊണ്ട് ഇങ്ങനെ ആ 1 2 3 എഴുതിയതിന്റെ മുകളിലൂടെ കൈവിരലോണ്ട് ഇങ്ങനെ ഓടിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞില്ലേ? അതാണത്. ഇവിടെ ആരോ മാർക്കൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ഏതിലൂടെ വരണം എന്ന് അല്ലേ? അക്ഷരദീപത്തിലുണ്ട് അങ്ങനെ. എങ്ങനെ ഫസ്റ്റ് എഴുതുക? ഫസ്റ്റ് 3 പോലെ എഴുതി അതിന്റെ നടുക്കൂടെ നേരെ വരച്ചു, എന്നിട്ട് മുകളിലോട്ട് താഴോട്ട് ലാസ്റ്റ് മാത്രം മുകളിൽ ഒരു വര. എന്താണ്? അക്ഷരദീപത്തിന്റെ ഫസ്റ്റ് ലൈനില് ഇനി അമ്മമാര് ഹെൽപ്പ് ചെയ്യാം. കൈകൊണ്ട് പിടിച്ചൊന്ന് ആ ഫസ്റ്റ് ലൈനില് ഒന്ന് എഴുതുക. ബാക്കി ഹോംവർക്ക് ആണ്. എങ്ങനെ എഴുതുന്നത്? ആദ്യം ഫസ്റ്റ് എങ്ങനെ എഴുതും? 3 പോലെ എഴുതി ആ ലൈനിൽ നോക്കണം. അവിടെ എങ്ങനെയാ? അവിടെ ഡോട്ട് ഇട്ട് തന്നിട്ടുണ്ടല്ലേ? ആ ഡോട്ടിന്റെ മുകളിൽ മാത്രമേ ഇപ്പൊ എഴുതണ്ടൂ. 3 പോലെ എഴുതി നടുക്കൂടെ വരച്ചു, മുകളിലോട്ട് താഴോട്ട് വരച്ചു, ലാസ്റ്റ് മുകളിൽ. ഓക്കെ. ഇപ്പം ആ ഡോട്ട് ഇട്ടതിന്റെ മുകളിൽ ഫസ്റ്റ് ലൈൻ എല്ലാവരും എഴുതിയില്ലേ? ദെൻ ക്ലോസ് യുവർ അക്ഷരദീപ്. അക്ഷരദീപ് അടച്ചു വെച്ച അവിടെ അമ്മയോട് ഇരുന്ന് ഡേറ്റ് ഇടാൻ പറയണം. ബാക്കിയുള്ളത് തന്നെ നിങ്ങൾ എഴുതണം. ആരെങ്കിലും
ചിലപ്പോ നമുക്ക് എഴുതാൻ അറിയുന്നുണ്ടാവില്ല അല്ലെ? അന്നപ്പോ ഒന്ന് അമ്മ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. കൈ പിടിച്ചൊക്കെ കൈയൊക്കെ ഒന്ന് വഴങ്ങി വരണ്ടേ അല്ലേ? നല്ല വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. ആദ്യത്തെ ഒരു ലൈനൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്യും, പിന്നെ നിങ്ങൾ തന്നെ എഴുതണം. അമ്മമാർ എഴുതിയ ഒരു വൃത്തി ഉണ്ടാവില്ല. നിങ്ങളുടെ ആ കുഞ്ഞി കൈ കൊണ്ട് എഴുതുമ്പോ വൃത്തി ഉണ്ടാവുള്ളൂ അല്ലേ? നെക്സ്റ്റ് അതപ്പോ എന്താണ് നമ്മൾ പഠിച്ചത്? ആ എന്നുള്ള അക്ഷരം പഠിച്ചു. ആ ചേർത്ത് 3 വാക്കുകൾ പഠിച്ചു. ആ എന്ന അക്ഷരം എഴുതാനും ഇന്ന് പഠിച്ചു അല്ലേ? അതെ. അപ്പം ആസെ അമരൂദ്, ആസെ അനാർ, ആസെ എന്താണ് പഠിച്ചത്? അക്കിരോട്ട്. അപ്പൊ നല്ല ഭംഗിയുണ്ടല്ലോ എഴുതിയത് കാണാൻ തന്നെ. ഇഷ്ടപ്പെട്ടോ? 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 എങ്ങനെയാ എഴുതുന്നത്? നല്ല രസമില്ലേ എഴുതാന്? അതെ അതെ. ഇപ്പം ഇതെന്താ ചെയ്യണ്ടേ? അക്ഷരദീപത്തിൽ ഇപ്പൊ എഴുതിയില്ലേ? അടച്ചു വെച്ചു. ഇപ്പം അമ്മമാരോട് പറയാ, നമുക്ക് അക്ഷരദീപത്തിൽ ആ പേജ് ഫുള്ള് എഴുതണം. ഇനി അടുത്ത ആഴ്ചയേ ഉള്ളൂ നമുക്ക് ഇല്ലേ ക്ലാസ്? അതെ. ആദിശ്രീ വെരി ഗുഡ്. സ്ലേറ്റിൽ എഴുതി പഠിക്കണം കേട്ടോ. അക്ഷരദീപത്തിൽ എഴുതുക, എന്നിട്ട് ഹോംവർക്ക് ചെയ്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. UKG ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നോട്ട് ബുക്ക് വന്നിട്ടുണ്ടല്ലേ? 2 ലൈൻ കോപ്പി ഉണ്ട്. 2 ലൈൻ കോപ്പിയിലും ആ എന്ന അക്ഷരം എഴുതണം. ഇവാന വെരി ഗുഡ്. ഇപ്പം 2 ലൈൻ കോപ്പിയിൽ അമ്മമാർ എന്ത് ചെയ്യണം? ഫസ്റ്റ് ലൈനിൽ കുട്ടികൾക്ക് ഒന്ന് എഴുതി കൊടുക്കണം. ടീച്ചേഴ്സ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആ ഫസ്റ്റ് ലൈനിൽ ഒരു 5 പ്രാവശ്യം ഫസ്റ്റ് ലൈനിൽ എഴുതണം. എന്നിട്ട് അതിന്റെ ഇടയിലൂടെ ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ ഗുഡ്. അപ്പം ലൈൻ വരച്ചു കൊടുക്കുക, എന്നാലേ അത് നല്ല വൃത്തിയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ എഴുതി ലാസ്റ്റത്തെ ലൈൻ ആകുമ്പോൾ 5 എണ്ണം എഴുതാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അങ്ങ് അവിടെ മൂലയ്ക്ക് പോയിട്ടുണ്ടാവും ആയൊക്കെ. അപ്പൊ ലൈൻ വരച്ചു കൊടുക്കുക. ഇപ്പം നോട്ട് ബുക്കില് ക്ലാസ് വർക്ക് വന്നു, അക്ഷരദീപത്തിലും ക്ലാസ് വർക്ക് വന്നു അല്ലേ? നെക്സ്റ്റ് വെനസ്ഡേ വരെ സമയമുണ്ട്. എന്നാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോംവർക്ക് ചെയ്തയക്കാം. അപ്പൊ രണ്ടാമത്തെ പീരീഡ് ആയില്ലേ? രണ്ടാമത്തെ പീരീഡിൽ അടുത്ത അക്ഷരം പഠിക്കാൻ പോവാണ്. പഠിച്ചു കഴിഞ്ഞാല് കൂടി പഠിക്കണം. ഇല്ലെങ്കിൽ അവര് രണ്ടും സെയിം ആണ്, ഇത്തിരി വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യണ്ടേ? അതും കൂടെ പഠിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ അതിന് വിഷമായി പോവില്ലേ? ആന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇന്ന് എന്നുള്ള അക്ഷരം കൂടെ പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മള് ആസെ അനാർ, സോറി, ആസെ അമരൂദ്, ആസെ അനാർ, ആസെ അക്കിരോട്ട്. നെക്സ്റ്റ് അടുത്ത അക്ഷരമാണ് പറഞ്ഞ എല്ലാവരും ഉളപ്പിസേ. ആസെ ടെക്സ്റ്റ് ബുക്ക്. Take your textbook. Look. A say arm. A say arm. Umar, Vidyut. ഇവിടെ ശ്രദ്ധിക്കേ. അബ്ദുൾ ബാസിർ, ഡെൽവിൻ, ഇവിടെ ശ്രദ്ധിച്ചേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. ആ സേ ആം, ആ സേ ആദ്മി, ആ സേ ആലു. Don't write now. Listen here. ഏതാണ് അക്ഷരം? ഇവിടെ നോക്കിയേ. നമ്മൾ പഠിച്ചു അല്ലേ? ആന്ന് എഴുതാനും പഠിച്ചു. അപ്പം ആന്ന് എഴുതാൻ ബുദ്ധിമുട്ടില്ല. നോക്കി ആന്ന് എഴുതി എങ്ങനെയാ? ഫസ്റ്റ് എഴുതി അതിന് ഒരു വരയും കൂടെ കൊടുക്കുന്നു അല്ലേ? എന്നിട്ട് മുകളിൽ വരയ്ക്കുന്നു. ഇതാണ് ഇതാണ് അക്ഷരം ആസെ ആസെ ആദ്മി, ആസെ ആലു. Once more. आसे आम, आसे आदमी,
Once more say. A say aam. Anvita, please unmute. All of you listen. Miss വായിച്ചിരുന്ന് കേട്ട് അൻവിത വായിക്കുന്നത് കേൾക്കണം. അൻവിത listen. മിസ് വായിക്കുന്നത് കേട്ടിട്ട് അൻവിത മിസ്സിനോട് കൂടെ പറയാ. ബാക്കിയുള്ളവർ അവിടെ നിന്ന് പറയാ കേട്ടോ. ആ സേ ആം. आदमी A से आदमी से आलू आलू ആലു ആന്ന് പറഞ്ഞ എന്താണ് ആന്ന് പറഞ്ഞ എന്താണ് അൻവിത आम मांगा ആദ്മി എന്ന് പറഞ്ഞ ആരാണ് पुरुषन പുരുഷൻ അല്ലേ മനുഷ്യനാണ് ആലു എന്ന് പറഞ്ഞാല് പൊട്ടറ്റോ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് അല്ലേ നിങ്ങൾക്ക് അറിയാം കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പം അൻവിത വെരി ഗുഡ് മുഹമ്മദ് റഫാൻ സേ ആ സേ ആ आ से आदमी से आलू നിങ്ങളിപ്പം മിസ് പറഞ്ഞതുപോലെ അക്ഷരദീപത്തിൽ നമ്മൾ എഴുതിയല്ലേ ആ എഴുതി അതേപോലെ നെക്സ്റ്റ് പേജിലായിട്ട് ആന്നുള്ള അക്ഷരം എഴുതണം താഴോട്ട് ഹോംവർക്ക് ചെയ്യണം നെക്സ്റ്റ് വെനസ്ഡേ വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട് ഒന്നിച്ചെഴുതി കൈവേദനിക്കണ്ട എന്നാലും എത്രയും പെട്ടെന്ന് എഴുതി തരണം കേട്ടോ എന്നിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യണം ഗ്രൂപ്പില് ഓക്കെ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുന്നവര് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നവര് അതുപോലെ പിന്നെ ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കുന്നവര് അവർക്കാണ് നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഒരു മാസത്തിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ 2 കുട്ടികൾക്കാണ് അങ്ങനെയാണ് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ മൊത്തം കുട്ടികളിൽ എല്ലാവർക്കും കൊടുക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ ക്ലാസ്സിൽ അടങ്ങിയിരിക്കണം ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഹോംവർക്ക് പറഞ്ഞ് കൃത്യമായിട്ട് ചെയ്യണം നോട്ട്സ് ഒക്കെ ചെയ്യണം എങ്കിലേ നിങ്ങൾക്ക് പ്രൈസ് കിട്ടുള്ളൂ ഓക്കെ എല്ലാവർക്കും പ്രൈസ് വേണ്ടേ വേണം നല്ലൊരു സമ്മാന പൊതിയൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് പോവാം അപ്പൊ ഇപ്പം ജൂൺ ഇപ്പൊ തീരുമ്പോഴേക്കും നല്ല കുട്ടികൾ ആരാണ് നമ്മൾ നോക്കും ഹോംവർക്ക് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് നോക്കും ഓക്കെ ആ നന്നായിട്ടിരിക്കുക കേട്ടോ എന്താ ചെയ്യണ്ടേ അക്ഷരദീപത്തിൽ നിങ്ങള് ആന്നുള്ള അക്ഷരം എഴുതണം നോട്ട് ബുക്കിലും എഴുതണം മുഹമ്മദ് റഫാൻ പറഞ്ഞു കഴിഞ്ഞവന് പറഞ്ഞു ഓക്കെ വെരി ഗുഡ് ന്യൂഹ അസ്മിൻ ന്യൂഹ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ പണി നടക്കുവാണ് അപ്പൊ ഭയങ്കര സൗണ്ടാ അതാണ് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഓക്കെ ന്യൂഹ മോളെ ഇവാന മോളെ സ്ലൈറ്റ് അവിടെ വെക്കേ എന്നിട്ട് ബുക്ക് ഇല്ല അല്ലേ മോക്ക് മോള് ബുക്ക് വാങ്ങി കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ ഇപ്പൊ സ്ലേറ്റിൽ എഴുതി പഠിച്ചോ ടേബിൾസിന്റെ ഓക്കെ കേട്ടു ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞല്ലേ ഹാസ്മിൻ വായിച്ച മോളെ ആ സേ ആ आदमी से आलू 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 വെരി ഗുഡ് ഇവാന മിസ് പറയുന്ന നോക്കി പറയണം കേട്ട് പറയണം പ്ലീസ് അൺമ്യൂട്ട് ടീച്ചർ പറയുന്ന ആ സേ ആ से आदमी से आलू वेरी गुड मिड़की निताशा प्लीज अनम्यूट
പറഞ്ഞ മോളെ. ആ സേ ആം. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ നിതാശ. എവിടെയാ നോക്കുന്നേ? ബുക്ക് എവിടെ? ബുക്കിൽ തൊട്ട് വായിക്ക്. ആ ബുക്ക് ഉണ്ട്. എന്നിട്ട് എവിടെ നോക്കി വായിക്കുന്നേ? ബുക്കിൽ തൊട്ട് വായിക്കുക. ആ സേ ആം. ആ സേ ആദ്മി. അബ്ദുൾ ബാസിത്ത് എവിടെ ഇറങ്ങിപ്പോന്നെ? ബാസിത്ത്. ആ സേ ആലു. 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 എന്താണ് ഇവിടെ നിതാശ? എവിടെ പോന്നത്? ഓടിപ്പോന്നത്? ആ ഓക്കെ. അത് അഹല്യ. വെരി ഗുഡ്. മുഹമ്മദ് ഷെറിൻ. സോറി ഷെസിൻ. മുഹമ്മദ് ഷെസിൻ. മുഹമ്മദ് ഷെസിൻ എന്നാണോ മോളുടെ പേര്? ഐഷ മുഹമ്മദ് അല്ലേ? അങ്ങനല്ലേ? പ്ലീസ് അൺമ്യൂട്ട്. എന്തായിരുന്നു? പ്ലീസ് അൺമ്യൂട്ട്. ആയിഷ. ആ പറഞ്ഞു മോളെ. ആ സേ ആ. നീ ആലു. ബാബ. വെരി ഗുഡ്. അബ്ദുൾ ബാസിത്ത്. അബ്ദുൾ ബാസിത്ത്. അമ്മയില്ലേ അടുത്ത്? ഇല്ലെന്ന് തോന്നുന്നു. വിദ്യുത് റാം. വിദ്യുത് റാം. അബ്ദുൾ ബാസിത്ത് ഇറങ്ങി പോയല്ലോ. ഓക്കെ മോനെ വായിച്ചേ. ആ സേ ആ. ആ സേ ആദ്മി. ആ സേ ആലു. വെരി ഗുഡ്. അബ്ദുൾ ബാസിത്ത്. അബ്ദുൾ ബാസിത്ത് മോനെ വായിച്ചോ? കുഞ്ഞാവയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആ സേ ആം. ഓണാക്കി തന്നില്ലേ മോമൻ പറഞ്ഞോളൂ. ടീച്ചർ പറഞ്ഞു അതേപോലെ പറഞ്ഞു. എന്നോട് കൂട്ടില്ല എന്ന് ബാസിത്ത്. ഒന്നും മിണ്ടുന്നില്ല എന്നോട്. ഞാൻ കരയും ഇപ്പൊ. വേഗം പറഞ്ഞു തന്നോ എനിക്ക്. ടീച്ചർ കരിയും പോലും. എനിക്ക് ടോയ്സ് എനിക്ക് എന്തെല്ലോ വേണ്ട. നമ്മ ബോളെല്ലാം തന്നില്ലേ ടീച്ചർ പോയപ്പോ? സമ്മാനം വേണ്ടേ? സമ്മാനമൊക്കെ കിട്ടും. ഇതിങ്ങനെ മിസ് പറയുന്നത് ചോദിക്കുമ്പോ ആൻസർ പറയുന്നവർക്കൊക്കെ കിട്ടുള്ളൂ. ഹോംവർക്ക് ചെയ്യുന്നവരും നോട്ട് ബുക്കിലൊക്കെ ക്ലാസ് വർക്കും ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ കിട്ടുന്നത്. കൂട്ടുകാര് വെയിറ്റ് ചെയ്യുന്നു. 2 ടീച്ചറെ കണ്ടുള്ളൂ അതാ പറയുന്നത്. നമുക്ക് സ്കൂള് തുറക്കുമ്പോ കാണാം കേട്ടോ. കൊറേ ടീച്ചർമാരുണ്ട് ഇവിടെ. അമ്മ പറഞ്ഞുതരാ. പറ ഒന്നും ടീച്ചർ പറഞ്ഞിട്ട് വേഗം. വേണ്ട, ഞാൻ ഇനി ക്ലാസ്സിൽ വരുന്നില്ല ഇങ്ങനെയാണെങ്കിൽ. നീയല്ലേ കുറച്ചൊക്കെ എനിക്ക് പഠിക്കണം. ഓ മറ്റില്ലതാ ചോദിക്കുന്നത്. ഇതെന്നാന്ന് നാളെ പഠിക്കാട്ടോ. ഇന്നിത് പഠിക്കും. ഇത് പഠിച്ചതിന് ടീച്ചർ ഇത് പറഞ്ഞുതരും നിങ്ങക്ക്. അബ്ദുൾ ബാസിത്ത് ഒരു കാര്യം ചെയ്യണം. അവൻ ഇപ്പം ചിലപ്പോ നാണമായിരിക്കും അല്ലെ ക്ലാസ്സിൽ പറയാൻ. അവൻ വാട്സപ്പില് വോയിസ് തരണം ഇത് വായിക്കുന്ന കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ദക്ഷേഷ്.
ദക്ഷേഷ് കെവി. പ്ലീസ് അൺമ്യൂട്ട്. ഇന്ന് വായിച്ചു കേൾപ്പിച്ച മോനെ, എന്താ ഇന്ന് പഠിച്ചത്? ആസെ ആം ആസെ ആദ്മി ആസെ ആലു. ആലു, വെരി ഗുഡ്. ഫാത്തിമ മെഹറിൻ. ആസെ ആം ആസെ ആദ്മി ആസെ ആലു. ആസെ ആം ആം ആദ്മി ആമി ആസെ ആസെ ആലു. ആലു ആലു. ആദിയാ ആസെ ആലു. അഭിനവ് അഭിനവ്. ആസെ ആം ആസെ ആം ആസെ ആൽമി ആസെ ആമി ആസെ ബരി. ഇഷാനി ആസെ ആസെ ആദ്മി ആസെ ആലു. ഞാൻ വായിച്ചോ? ആസെ ആദ്മി ആസെ ആം ആസെ ആം ആസെ ആദ്മി ആസെ ആലു. ആലോ. വെരി ഗുഡ്. ആദിഷ് ആത്മേ ആദ്യാണോ? എവിടെ കയ്യെവിടെ? ഇത് ആദ്മി ആസെ ആലു. ആലു. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാ മിസ് വിളിക്കാത്തവര്? വൈക, ഉമർ ജാഫർ, ആദിശ്രീ, അല്ലേ? ഫസ്റ്റ് വൈക. ആസെ ആം ആസെ ആമി ആസെ ആദ്മി ആസെ ആസെ ആലു. വെരി ഗുഡ്. ആദിശ്രീ ആസെ ആം ആസെ ആമി ആസെ ആലു. വെരി ഗുഡ്. ഉമർ ജാഫർ
വെരി ഗുഡ്. മുഹമ്മദ് മെഹ്ഫൂദ് അല്ലേ? ഓക്കെ, അൺമ്യൂട്ട്. മെഹ്ഫൂദ്. വെരി ഗുഡ്. ഏഡൻ തോമസ്. ആലു. വെരി ഗുഡ്. ഇനി ആരാണ്? ഏബിൾ സിംഗോ. ഏബിൾ സിംഗോ രണ്ട് കൈ ഉയർത്തിട്ട് എന്നെ വിളിക്കുന്നു പറഞ്ഞതല്ലേ? ഏബിൾ സിംഗോ. ഓക്കെ. ആലു. ഓക്കെ, വെരി ഗുഡ്. ഡെൽവിൻ, സ്പീഡ് പറയണം മോനെ, എപ്പോ നമ്മൾ ടൈം തീരും. വായിച്ചോ. വെരി ഗുഡ്. ഇനി ആരാണ് വായിക്കാത്തവര്? നമ്മുടെ ഈ ക്ലാസ്സില് എല്ലാരും തന്നെ വായിച്ചില്ലേ? മുഹമ്മദ് മെഹ്സൂദ് വായിച്ചു മോനെ. മുഹമ്മദ് ഷഹൽ. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട്. അയ്യ മോനെ, ആസെ ആം എന്നാണ് കേട്ടോ ആദ്യത്തത്. ആസെ ആം. ഓക്കെ, വെരി ഗുഡ്. അബ്ദുൾ ബാസിദ്. വെരി ഗുഡ്. ഓക്കെ, അബ്ദുൾ ബാസിദ്, പ്ലീസ് അൺമ്യൂട്ട്. ടീച്ചർ ആസെ ആം, ആസെ ആദ്മി, ആസെ ആലു. ഇവനാണ് നേരത്തെ പറയാതെ ഓടിയത്. മിടുക്കൻ. വെരി ഗുഡ്. ഇപ്പൊ ഹോംവർക്ക് ചെയ്യണേ. മിസ് ആയില്ലേ? എല്ലാരും തന്നെ ആയില്ലേ? ഇനി ആരും വായിക്കാത്തവരുണ്ടോ നോക്കട്ടെ. നെക്സ്റ്റ് പേജ് നോക്കട്ടെ. ഇവിടെ ആരെങ്കിലും വായിക്കാത്തവരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? വായിച്ചില്ലേടാ ഡെൽവിനെ നീ? ആദ്യശ്രീ വെറുതെ കയ്യുർത്ത. ഷാസിൽ എവിടെ? മുഹമ്മദ് ഷാസിൽ. ഹൻസബ്. മുഹമ്മദ് ഷാസിൽ ഇവിടെ? നോക്കട്ടെ, ഷാസിൽ വായിച്ചതാണ്. മുഹമ്മദ് ഷാസിൽ ക്ലാസ്സിലുണ്ടോ ഇവിടെ ഇപ്പോ? ഫാത്തിമയം അവിടെയാണോ? മുഹമ്മദ് എന്തി ഫാത്തിമയം. ഫാത്തിമ നേരത്തെ കൈ ഉയർത്തുന്നുണ്ട്, പക്ഷെ മുഹമ്മദ് ഷാസിൽ എന്നുള്ളതാ ഇതിൽ വന്നത്. ഫാത്തിമ, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ആവുന്നില്ലേ? ഫാത്തിമ ജാബിർ അല്ലല്ലോ, ഫാത്തിമ എം അല്ലേ? ഫാത്തിമ ജാബിറാണ് ഇപ്പൊ കൈ ഉയർത്തിയേ? ഇത് കാണുന്നില്ല. നോക്കട്ടെ, നെക്സ്റ്റ് പേജിൽ നോക്കട്ടെ. ഫാത്തിമ, ഓക്കെ, കണ്ടുപിടിച്ചു. എന്താണ് മോളെ? പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചേ. വെരി ഗുഡ്. ഫാത്തിമേനെ കുറെ നേരം ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കണ്ടുപിടിച്ചു. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാന്ന് ഒന്നും കൂടി ഒന്ന് നോക്കാം. ലിസൺ.
ആസെ അമരൂദ്. ഇവിടെ ശ്രദ്ധിച്ചേ ഒന്നൂടെ. ആസെ അമരൂദ്, ആസെ ആം, ആസെ അഖിരോട്ട്. ആസെ ആം, ആസെ ആദ്മി, ആസെ ആലു. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലെ. വാക്കുകൾ പറയാൻ പഠിച്ചു, 2 അക്ഷരങ്ങൾ പഠിച്ചു. ഹിന്ദിയില് സ്വരാക്ഷരങ്ങളിൽ 2 അക്ഷരം പഠിച്ചു. ഏതൊക്കെയാണ്? ആ എന്നുള്ള അക്ഷരം പഠിച്ചു അല്ലെ. അത് വായിക്കാൻ പഠിച്ചു. അതിന്റെ ആ ചേർത്തുള്ള 3 വാക്കുകൾ പഠിച്ചു. ആ എന്ന അക്ഷരം ചേർത്തിട്ട് 3 വാക്കുകൾ പഠിച്ചു. അക്ഷരദീപത്തില് ഫസ്റ്റ് ലൈൻ എഴുതി അത് ഫുള്ളായിട്ട് ഹോംവർക്ക് ചെയ്യണം. നോട്ട് ബുക്കിലും അതുപോലെ എത്ര പ്രാവശ്യം എഴുതണം? നോട്ട് ബുക്കില് 5 പ്രാവശ്യം അമ്മയോട് ഫസ്റ്റ് ലൈനില് അമ്മമാര് ആ നോട്ട് ബുക്കിന് 2 ലൈൻ കോപ്പിയാണ്. ആ 2 ലൈൻ കോപ്പിയിൽ ഒരു 5 പ്രാവശ്യം ആന്ന് എഴുതുക. എന്നിട്ട് ലൈൻ വരച്ച് കൊടുക്കുക താഴെ വരെ. അതേപോലെ നെക്സ്റ്റ് പേജിലും ആന്ന് എഴുതുക ഒരു 5 പ്രാവശ്യം, അത് താഴോട്ട് എഴുതുക. അപ്പൊ അക്ഷരദീപത്തില് നോട്ട് ബുക്കിൽ 2 പേജ് വെച്ച് എഴുതാനായി അല്ലെ. നിങ്ങൾക്ക് നെക്സ്റ്റ് വെനസ്ഡേ വരെ സമയമുണ്ട്. പക്ഷെ നേരത്തെ എഴുതി കാണിക്കണം കേട്ടോ. പെട്ടെന്ന് ആയിക്കോളും. നിങ്ങൾ പെട്ടെന്ന്, കുറെ പേര് എഴുതി കഴിഞ്ഞു ഓൾറെഡി. ഇപ്പൊ എന്നെ കാണിച്ചു. എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവരുടെ പേരും മിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വായിപ്പിക്കുമ്പോൾ തന്നെ ഇവിടെ എഴുതി ഉണ്ട്. അറ്റൻഡൻസ് ഒക്കെ എടുത്തു കേട്ടോ. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? പറയാനുള്ളവരൊന്ന് കൈ ഉയർത്തുക. മിസ് അൺമ്യൂട്ട് ആക്കി തരാം. ഇവാനിക്ക് പറയാനുണ്ടോ? പ്ലീസ് അൺമ്യൂട്ട്. ഇവാന ഇവിടെ? ഇവാന പറയുന്നില്ല. ഷാസിൽ ഇവിടെ? ഷാസിൽ പ്ലീസ് അൺമ്യൂട്ട്. ഇവാന പറയുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യ. ആയി പറഞ്ഞോ. ഇവാന പറഞ്ഞോ. എന്താ മോളെ, എന്താ പറയാനുള്ളത് ഇവാനിക്ക്? മനസ്സിലായി അല്ലേ? ഇപ്പൊ നോട്ട് ബുക്ക് എഴുതി ബുക്ക് വാങ്ങിയില്ല എന്നല്ലേ മോള് പറഞ്ഞല്ലേ? ബുക്കൊക്കെ വാങ്ങിട്ട് എഴുതാ കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി ആരാണ് എന്നെ വിളിച്ചത്? ഇനി ആർക്കാ മിസ്സിനോട് സംസാരിക്കേണ്ടത്? എഴുതുന്നതിനെ കുറിച്ച് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എങ്ങനെ എഴുതണ്ടേ അറിയില്ലേ? ആദിശ്രീക്ക് എന്തോ പറയാനുണ്ടല്ലോ. പറയാനുണ്ടോ? അല്ല, എനിക്കൊരു പാട്ട് പാടിത്തരുമോ? 3 മിനിറ്റ് ഉണ്ട്. ആദിശ്രീയുടെ ഒരു പാട്ട് കേൾക്കാം നമുക്കിന്നെ. അൻവിത പാടുന്നുണ്ടോ? 3 മിനിറ്റേ ഉള്ളൂ. കഴിഞ്ഞു. ഒന്ന് ക്ലാപ്പ് ചെയ്ത് എല്ലാരും. ക്ലിയർ ആയില്ല മോളെ. നാളത്തെ ക്ലാസ്സിൽ നന്നായിട്ട് പാടി വരുവേ. അൻവിത, എല്ലാരും പാട്ടൊക്കെ പഠിച്ചു വെച്ചോ. നമ്മള് ഹിന്ദി പെട്ടെന്ന് പഠിച്ചു എടുത്തിട്ട് പാട്ടും കഥകളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. പാടിക്കോ കേട്ടോ. ആദിശ്രീ. കൂട്ടിന്റെ അടുത്ത് കുഞ്ഞുണ്ട്, കുഞ്ഞിക്ക് തീറ്റ കൊടുക്കാം ഞാൻ, കുഞ്ഞ് വിശന്ന കഴിയൂലേ, കുഞ്ഞെണീറ്റേമോ, കുഞ്ഞിന്റെ വീട്ടിൽ നെയ്യപ്പം, അയ്യോ തരില്ല നെയ്യപ്പം, അയ്യോ പാപം പറ്റിച്ചേ. പറ്റിച്ചേ. ക്ലാപ്പ് ചെയ്യേ. നല്ല പാട്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം മിസ്സിന്റെ പാട്ട് കേട്ടിരുന്നോ? മച്ചലിയുടെ പാട്ട്. മച്ചലി ജൽ കി റാണി ഹേ, ജീവൻ ഉസ്കാ പാനി ഹേ. കേട്ടിരുന്നോ? കാത്തുമിണ്ടാലോ. ആർക്കെങ്കിലും അറിയോ ഈ പാട്ട്? റിയാൻ അറിയാം. റിയാൻ പാടിത്തരും. പ്ലീസ് അൺമ്യൂട്ട്. പഠിക്കോ? പിണങ്ങിയിരിക്കുക. അതെന്തേ? മീൻ പിടിക്കാൻ പോണോന്ന്. ഓക്കെ. നിതാശിക്ക് എന്താ പറയുക? 1 മിനിറ്റേ ഉള്ളു മക്കളെ. ക്ലാസ് കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോക്കോട്ടാ. നിതാശ
നല്ല പാട്ടൊക്കെ ഉണ്ടെങ്കിൽ മിസ്സിന് അയച്ചു തരണേ. പാടി കേൾപ്പിക്കണം കേട്ടോ. മാനം നോക്കി നടക്കുമ്പോ അമ്പിളി പോലെ കൂടെ പോരുന്നു. ആ വെരി ഗുഡ്. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. തീർന്നു. ബൈ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സി യു. ബൈ.